ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തിരിച്ചു പോവാണെങ്കിൽ തടിയെങ്കിലും കിട്ടും. എനിക്ക് പോകാൻ പറ്റില്ല. തിരിച്ചു വെറും കൈയോടെ ചെന്നിട്ട് ഞാൻ എന്റെ അമ്മയോട് എന്ത് പറയാനാ? ചാവാണെങ്കിൽ ചത്തോട്ടെ. തിരിച്ചു പോവാണെങ്കിൽ എനിക്ക് ആ കാശും കൊണ്ട് പോണം. എനിക്ക് എന്റെ അമ്മയല്ലാതെ വേറെ ആരുമില്ല. അമ്മയെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി മരിക്കാലോ. കരയില്ലേ ചേച്ചി? മോളെ, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഭാഗ്യക്കുറി വിൽക്കുമ്പോ ഞാൻ എല്ലാരോടും പറയുന്ന ഒരു വാചകമുണ്ട്: ഭാഗ്യം ഏത് വഴിക്കാ വരിക എന്ന്. നമ്മളെ പോലെയുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ അതല്ലേ മാർഗമുള്ളൂ. ഇതെന്താ സിനിച്ചേച്ചി സംഭവം? മമ്മിക്ക് എന്താ പറ്റിയേ? എന്താ മമ്മി സീരിയസ് ആയിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തിയിട്ട് എന്താ സംസാരിക്കാനുണ്ട്? വാട്ട് ഹാപ്പൻ? മമ്മി ഇത് ഇത്ര സീരിയസ് ആയിട്ട്? മമ്മിക്ക് മാഡത്തോട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മമ്മിക്ക് മോള് മാത്രമേ ഉള്ളൂ. നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. അതിന് എനിക്ക് ദോഷം വരുന്ന കാര്യം എന്താ? നവീനുമായുള്ള ബന്ധം, കളരിക്കൽ തറവാടുമായുള്ള ബന്ധം. ആ തറവാടിനൊരു ശാപമുണ്ട്. അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത് ആ കളരിക്കൽ തറവാട്ടിലെ പൂജാരി നേരിട്ടാ. ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികൾ അധികകാലം ജീവിക്കില്ല. നിശ്ചയ ദിവസം പൂജാരിമാര് തമ്മിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടിരുന്നു. ഇത് നിസ്സാര ശാപം അല്ല മാഡം. കളരിക്കൽ തറവാട്ടിലെ ഒരു മുറിയിൽ ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു. അതൊക്കെ ശാപത്തിനിരയായ സ്ത്രീകളാ. അവരിത് നമ്മളോട് മറച്ചു വെച്ചു. നീ നവീന്റെ വധുവായിട്ട് ആ തറവാട്ടിലേക്ക് പോയാ നിന്നെ കാത്തിരിക്കുന്നതും അതേ ശാപവിധി തന്നെ ആയിരിക്കും മോളെ. നിശ്ചയ ദിവസം അവരുടെ സർപ്പക്കാവ്യം നടന്ന പൂജയില്ലേ, അത് ശാപമോക്ഷത്തിന് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷെ അതും പരാജയപ്പെട്ടു. അവരുടെ പൂർവികർക്ക് വീണ ശാപത്തിന് നിന്നെ ഇരയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ മമ്മി? അതെ, പരമമായ സത്യം. എന്റെ മമ്മി, ഈ 2025-ലും ഈ സയന്റിഫിക് യുഗത്തിലും ഇത്ര ഒരു മണ്ടത്തരം മമ്മി വിശ്വസിച്ചല്ലോ. മോളെ, മമ്മി പറയുന്നൊന്ന് കേക്ക്. മമ്മിയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. അയ്യേ, ഇതാണോ സിത്താര ശ്രീനിവാസ്? മോശം മോശം മോശം. വിശ്വാസങ്ങളെ പരിഹസിക്കരുത് മാഡം. ഓ, അപ്പൊ സിനി ചേച്ചിയാണ് ഇതിന്റെയൊക്കെ കാരണം. കഷ്ടമുണ്ട്. ആ മമ്മി, ഇതുപോലത്തെ ശാപകഥകളൊക്കെ കിട്ടുകയാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ശാപകഥകൾക്കും മറ്റും ഭയങ്കര ഡിമാൻഡാ. നമുക്ക് ബിസിനസ് ചെയ്യാന്നേ. എനിക്കൊരു ശാപവും ഏൽക്കില്ല, എന്നെ ഒരു നാഗവും കുത്തില്ല. ഗുഡ് നൈറ്റ് മമ്മി. സമ്മതിക്കില്ല, ഒരു കാരണവശാലും സമ്മതിക്കില്ല.